ഇറാൻ അമേരിക്ക സമാധാന ചർച്ചയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്കാണ്. ഇന്ന് സമാധാന ചർച്ച സ്വിറ്റ്സർലൻഡിൽ തുടങ്ങും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മധ്യസ്ഥ രാജ്യമായ പാകിസ്ഥാൻ ചർച്ചയ്ക്കായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് സ്വിറ്റ്സർലൻഡിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അതേസമയം ലബനോണിലെ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഇറാൻ ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടച്ചത് സമാധാന ശ്രമത്തിന് തിരിച്ചടിയാകുമോ എന്നാണ് ആശങ്ക. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. മധു, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനം ഇതിപ്പോഴിതാ ചർച്ചയ്ക്ക് തുടക്കമാവുകയാണ്. മധ്യസ്ഥ രാജ്യമായ പാകിസ്ഥാൻ തന്നെ അത് അറിയിച്ചിട്ടുണ്ട്. ഒരു ശുഭപ്രതീക്ഷ വെക്കുന്നതിൽ കാര്യമുണ്ടോ? ഗുഡ് മോർണിംഗ് പ്രവിത, അമൃത. ശുഭപ്രതീക്ഷയ്ക്ക് സമയമായിട്ടില്ല. കാര്യം വലിയ ആശങ്കയോടുകൂടിയാണ് ഈ ചർച്ചകൾക്ക് ഇന്ന് സ്വിറ്റ്സർലൻഡിൽ തുടക്കമിടുന്നത്. അതിന്റെ പ്രധാന കാരണം ഹോർമുസ് കടലിടുക്ക് അടച്ചതായിട്ട് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ US സൈന്യം അവരുടെ സെൻട്രൽ കോം ഇത് നിഷേധിച്ചിട്ടുണ്ട്. JD വാൻസും ഇന്ന് രാവിലെ ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ ഹോർമുസ് കടലിടുക്ക് തുറന്നു കിടക്കുക തന്നെയാണെന്നാണ് പറഞ്ഞത്. ഇതുവഴി കപ്പലുകൾ പോയതായിട്ട് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ലെബനനെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണമായിരുന്നു ഈ ഹോർമുസ് കടലെടുത്ത് പെട്ടെന്ന് അടയ്ക്കുവാനുള്ള കാരണം. ഏതാണ്ട് 32 പേരോളം കൊല്ലപ്പെട്ടെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ട്. തെക്കൻ ലെബനനിലാണ് പുലർച്ചെ ഇസ്രായേൽ ഈ ആക്രമണം നടത്തിയത്. അത് മാത്രമല്ല 14 ഇന കരാർ, അതായത് വെടിനിർത്തൽ കരാറിലെ ഒരു പ്രധാന ഇറാന്റെ ഒരു നിർദ്ദേശമായിരുന്നു ലെബനനിലെ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ നിർത്തണമെന്നുള്ളത്. അതാണ് ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. ഏതായാലും JD വാൻസ് US വൈസ് പ്രസിഡന്റ് സ്വിറ്റ്സർലൻഡിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫും അതുപോലെ ഇറാന്റെ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അറാക്ചിയുടെ നേതൃത്വത്തിലുള്ള ഇറാൻ പ്രതിനിധി സംഘം ഇതിനോടകം തന്നെ സ്വിറ്റ്സർലൻഡിൽ എത്തിയിട്ടുണ്ട്. ഇതിന് മധ്യസ്ഥത വഹിക്കുന്ന പ്രധാന രാജ്യമായ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫും അതുപോലെ പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീറും ചർച്ചയിൽ പങ്കെടുക്കും. അതേസമയം ഈ ഹോർമുസ് കടലിടുക്കില് 60 ദിവസത്തേക്ക് കപ്പൽ ചുങ്കം ഏർപ്പെടുത്തുവാൻ അനുവദിക്കില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേരിക്ക ഇത് ഒരുപക്ഷെ ഈ 60 ദിവസത്തിന് ശേഷം ഒരു സർവീസ് ഫീ പോലെ ഒരു ടോൾ ചുമത്തുവാനുള്ള സാധ്യതയും ഡൊണാൾഡ് ട്രംപ് ഒരു സൂചന പോലെ നൽകുന്നുണ്ട്. നമുക്ക് ഏറെ സന്തോഷം തരുന്ന ഒരു വാർത്ത, 3 ഇന്ത്യൻ കപ്പലുകൾ ഏതാണ്ട് 8,60,000 മെട്രിക് ടണ്ണുള്ള ഓയിലോടുകൂടി ഈ ഹോർമുസ് കടലിടുക്ക് കടന്ന് ഇന്ത്യ ലക്ഷ്യമാക്കി സഞ്ചരിച്ചു തുടങ്ങിയിട്ടുണ്ട്. 94 കപ്പൽ ജീവനക്കാരാണ് ഈ കപ്പലിലുള്ളത്. അവരും സുരക്ഷിതമായിട്ട് ഹോർമുസ് കടലിടുക്ക് കടന്നിട്ടുണ്ട്. പ്രവിത, അമൃത. ശരി, അതാണ്. അപ്പോൾ ഹോർമസ് കടലിടുക്ക് അടച്ചിട്ടുണ്ട് ഇറാൻ. അതേസമയം തന്നെ US ഇറാൻ സമാധാന ചർച്ചകൾ സ്വിറ്റ്സർലൻഡിൽ ആരംഭിക്കാൻ പോവുകയാണ്. വലിയ പ്രതീക്ഷയോടെയാണ് ഇതിനെ ലോകം നോക്കിക്കാണുന്നതും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.